നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. സോനിക്കും പ്രതിഭയ്ക്കും ഒരു സാരി കൂടി വാങ്ങിച്ചു. നമുക്കിത് വേണമെങ്കിൽ ഒരുമിച്ച് കൊണ്ടു കൊടുക്കാം ഇന്ദ്രേട്ട. ഇന്ദ്രേട്ടൻ വന്നു കയറിയതല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ച് കഴിഞ്ഞു പോയാ പോരെ? വേണ്ടനു, നമുക്ക് പിന്നെ പോവാം. ഞാൻ ആദ്യം അമ്മയൊന്ന് പോയി കാണട്ടെ. അമ്മയോട് ഒരു വാക്കുപോലും പറയാതെ മധുരയ്ക്ക് പോയതില്ല എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. കാര്യം അമ്മ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ചെയ്ത കാര്യമാണെങ്കിലും അമ്മയോടിങ്ങനെ ചെയ്യേണ്ടി വന്നാലുള്ളൊരു വിഷമം മനസ്സിൽ മാറാതെ കിടക്കുക. ഒന്ന് പോയി കണ്ട് 2 വർത്താനം പറഞ്ഞ് അതങ്ങ് തീരും. ആയിക്കോട്ടെ ഇന്ദിര, നീ അമ്മയെ പോയി കണ്ട് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരുന്ന് സംസാരിച്ചോ. പക്ഷേ യാത്ര കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഒരു കാപ്പിയെങ്കിലും കുടിച്ചിട്ട് ഇറങ്ങിയാ മതി. അതാ അതിന്റെ ഒരു രീതി. യാത്ര കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ വന്നാൽ അവിടെ കുറച്ച് സമയം ചെലവഴിച്ച് മറ്റൊരു വഴിക്ക് ഇറങ്ങാവൂന്നാ. അതിന് എന്റെ യാത്ര കഴിഞ്ഞില്ലല്ലോ ഭാനുവമ്മേ. ഞാൻ വന്ന ടാക്സി വെയിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? അതിൽ പോയി നീ അമ്മയും കണ്ട് തിരിച്ചു വന്നാലേ എന്റെ മധുര യാത്ര അവസാനിക്കൂ. നീയേ ഉച്ചയ്ക്ക് കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ. അപ്പോഴേക്കും ഞാൻ എങ്ങനെ എത്തിക്കോളാം. വിച്ചുവൻ വരുന്നോ അച്ഛൻ്റെ കൂടെ? നമുക്ക് അച്ഛമ്മയെ കണ്ടിട്ട് വരാം. മോനൊന്നും കഴിച്ചില്ല ഇന്ദ്രേട്ട. അച്ഛൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചവൻ കാത്തിരുന്നതാ. ആണോ? എന്നാലേ നീ മോന് വല്ലതും കൊടുക്ക്. അതിൽ നല്ല ചോക്ലേറ്റ് ഉണ്ട്. തൽക്കാലം അത് കൊടുത്താലും മതി. ഞാനെന്നാ പോയിട്ട് വരാം. പോട്ടണോ മോനെ? അച്ഛൻ പോയിട്ട് വരാം കേട്ടോ. പിന്നെ ഭാനുമ്മ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഇന്ദിര, ഞാനും കൂടെ വരുന്നു നിന്റെ കൂടെ. അതെന്ത് പറ്റി? ഞാൻ വന്ന ഉടനെ ഭാനുമ്മ സ്ഥലം കാലിയാക്കാണോ? നീ ഇപ്പൊ തന്നെ തിരിച്ചു വരുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്കിടയിൽ ഒരു കട്ടുറും പാകണോ? ശരി വേഗം വാ. പോയിട്ട് വരാം മോനെ. അച്ഛൻ പോയിട്ട് വരാം കേട്ടോ. വാ ഭാനുമ്മേ. പിച്ചുമോനെ, ഭാനുമ്മേ വാ. പിച്ചുമോനെ ടാറ്റാ. അച്ഛനെ ടാറ്റ കൊടുക്ക്. ടാറ്റാ. ചിലപ്പോ മോന്റെ അച്ഛൻ ഇത്ര സന്തോഷത്തിലായിരിക്കില്ല തിരിച്ചു വരുന്നത്.